ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നേഹാരം. അപ്പോൾ ഇന്നൊരു സർപ്രൈസായിട്ട് നാത്തൂൻ്റെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോയിട്ടോ. അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ ബ്രദറിൻ്റെ വക ഒരു ഗിഫ്റ്റാണ്, സർപ്രൈസായിട്ടാണ് കേട്ടോ. അവൻ ഇവിടെ നാട്ടിലില്ല, അവൻ എറണാകുളത്താണ്. അപ്പം അവൻ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേക്ക് വാങ്ങിക്കൊടുക്കണം, അവളുടെ സർപ്രൈസായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ എന്താ കേക്കൊക്കെ വാങ്ങിച്ച് നമ്മുടെ അവിടെ അടുത്ത് തന്നെ ചേച്ചി കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് രാഗേശ്വരം വാങ്ങിച്ച് കൊള്ളണം കേട്ടോ. ഞങ്ങളിതാ ആളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആൾക്കറിയില്ല ഞങ്ങൾ വരണത്. പിന്നെ വാതിൽ തുറന്നപ്പോൾ സർപ്രൈസായിട്ട് അവൾ ഭയങ്കര ഷോക്കായിപ്പോയി. അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ. പക്ഷേ ഈ കേക്ക് കട്ട് ചെയ്യുന്നവരെ ഈ കേക്ക് ആരാണ് വാങ്ങി തന്നതെന്നുള്ളത് പറയരുതെന്ന് അവളുടെ ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അവളുടെ വിചാരം ഞങ്ങൾ വാങ്ങിക്കൊടുത്തതാണെന്നാണ്, ഞാനും രാഗേശ്വരനോട് വാങ്ങിക്കൊടുത്തതെന്നാണ് അവളുടെ വിചാരം. പക്ഷേ അങ്ങനെയല്ല കേട്ടോ സംഭവം. അവളുടെ ഏട്ടൻ വിളിച്ച് പറഞ്ഞ് നമ്മൾ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര കേക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി. പിന്നെ കേക്കൊക്കെ അവൾക്ക് 17 വയസ്സായിട്ടോ. അപ്പോൾ കേക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോ പീസ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്പാടി മാമിക്ക് ജിഷ മാമിക്ക് കേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആളുടെ ഏട്ടൻ, ഇവരാണ് സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 മണി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോവാവൂ, പിന്നെ 8 മണിക്ക് ശേഷം അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പം എന്നിട്ട് വീട്ടിലെത്തിയിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്യണം, കേക്ക് കട്ട് ചെയ്യുമ്പോൾ വീഡിയോ കോൾ വിളിക്കണം, എനിക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ 8 മണി വരെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി, അവൾക്കും സന്തോഷമായി. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ രാവിലെ കേക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ കേക്ക് വാങ്ങിക്കണം എന്ന്, പക്ഷേ ഞങ്ങൾ കേക്ക് വാങ്ങിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. കേക്ക് വാങ്ങിക്കേണ്ടെന്ന് പറയാൻ റീസൺ ഇതാണ്, ഇങ്ങനെ സംഭവം ഇതിൻ്റെ ഉള്ളിലുള്ള കാരണം നമ്മൾ വാങ്ങിക്കേണ്ടതാണ്. പിന്നെ ചെറിയ രീതിയിലൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അനിയത്തി ഏട്ടന് കേക്കൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.